ഇട്ടാലും ഇനി അതെല്ലാം ലൈവ് വന്നാലും ഏറ്റവും കൂടുതൽ കൂട്ടുകാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1500 രൂപയ്ക്കുള്ളിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന ഇയർബഡ്സ് എന്നുള്ളത്. പൊതുവെ ഫ്ലിപ്കാർട്ടിൽ ഓഫർ സമയത്തൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നാൽ നോർമൽ ടൈമിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആമസോണിൽ നോർമൽ ടൈമിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന 1500 രൂപയ്ക്കുള്ളിലുള്ള ഇയർബഡ്സുകളുടെ വിശേഷങ്ങളാണ്. പൊതുവെ ആമസോൺ ചെയ്യാത്തതുകൊണ്ട് തന്നെ കുറേ കൂട്ടുകാർക്ക് അത് പരാതിയായിട്ടുണ്ട്. സോ അതൊക്കെ അങ്ങോട്ട് പരിഹരിക്കാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്തായാലും 1500 രൂപയ്ക്കുള്ളിൽ ഓഫർ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വർത്ത് ബൈങ് ആകുന്ന ഒരു പ്രോഡക്റ്റാണ് റിയൽമി ബഡ്സ് T110. ഫ്ലിപ്കാർട്ടിലും T110 ഉണ്ട്. 1499 രൂപ തന്നെയാണ് അവിടെയും. എന്നാൽ ഓഫർ സമയങ്ങളിൽ നമുക്കിത് 1299 രൂപ 1199 രൂപ വരെ കണ്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഓഫർ വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ 1500 രൂപയ്ക്കുള്ള നല്ലൊരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റിയൽമി ബഡ്സ് T110ലേക്ക് പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. അപ് ടു 38 അവേഴ്സാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. 88 ms ലോ ലേറ്റൻസി മോഡുണ്ട്. IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊഡക്ഷനും ഒക്കെ നമുക്ക് ഇവിടെ കാണാം. പിന്നെ കോളിംഗ് പേർപ്പസ് ആണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഇതിനകത്ത് AI ഡ്യുവൽ മൈക്ക് ആണ്. അതായത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ആവുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു മൈക്ക് ക്വാളിറ്റി ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. കൂടാതെ റിയൽമി ലിങ്ക് ആപ്പൊക്കെ ഇതിനകത്ത് കോമ്പാറ്റബിൾ ആണ്. സോ നമുക്ക് EQ മോഡ്സ് അവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യാം. പിന്നെ ടച്ച് കൺട്രോൾസ് ഒക്കെ നമുക്ക് അവിടെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കസ്റ്റമൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും 1499 റിയൽമിയുടെ ഒരു ബ്രാൻഡ് ബെറ്റർ വൺ ആണ് റിയൽമി ബഡ്സ് T110. എന്തായാലും ഈ പ്രോഡക്റ്റിന്റെ കേസ് കവർ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതെന്നുള്ളതല്ല, മറ്റുള്ള എല്ലാ പ്രോഡക്റ്റുകളുടെയും പ്രീമിയം ക്വാളിറ്റി ആണെങ്കിലും നോർമൽ ക്വാളിറ്റി ആണെങ്കിലും സ്റ്റോറിൽ അവൈലബിൾ ആണ് ദീപ് സ്റ്റോൾ ഇൻസ്റ്റിലുള്ള. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യണം ദീപ്. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബോട്ട് എയർഡ്രോപ്സ് 800. ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ആരും മേടിക്കണമെന്ന് വെച്ചാൽ മൂവി ലവേഴ്സ് ആണെങ്കിൽ, അതായത് എപ്പോഴും ഇങ്ങനെ മൂവീസ് അല്ലെങ്കിൽ വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു ബോട്ട് എയർഡ്രോപ്സ് 800. അതിനൊരു കാരണം വെച്ചാൽ ഇതിനകത്ത് ഡോൾബി ഓഡിയോ സപ്പോർട്ടാണ്. ഇപ്പോൾ ഡോൾബി ഓഡിയോ സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ മൊബൈലിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആണെങ്കിൽ മാത്രമേ പല പ്രോഡക്റ്റുകളിലും അത് വർക്ക് ആവത്തുള്ളൂ. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ബോട്ട് സറൗണ്ട് സൗണ്ട് പവേർഡ് ബൈ ഡോൾബി ഓഡിയോ ആണ്. അതായത് ഇതിനകത്തുള്ള ആ ഒരു മോഡ് അങ്ങോട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ ഡോൾബി ഓഡിയോ സപ്പോർട്ട് അല്ലാത്തൊരു മൊബൈലിൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് സറൗണ്ട് സൗണ്ടോട് കൂടിയിട്ട് നമുക്ക് മൂവീസ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അന്ന് തന്നെ ഞാനൊരു സിനിമ കണ്ടു. ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല അനുഭവമായിരുന്നു. സോ നിങ്ങൾക്കും ഉറപ്പായിട്ടും, പ്രത്യേകിച്ച് നിങ്ങളൊരു മൂവി ലവേഴ്സ് ആണെങ്കിൽ ഇതൊന്ന് കിട്ടുമെന്നുള്ളതിൽ വേറൊരു സംശയമില്ല. 40 അവേഴ്സാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ ക്വാഡ് മൈക്ക് വിത്ത് AI ENX ടെക്നോളജിയാണ് ഇവിടെ ഉള്ളത്. അതായത് ഓരോ ഇയർബഡുകളും നമുക്ക് 2 മൈക്ക് വീതം കാണാൻ സാധിക്കും. ബോട്ട് ഹിയറബിൾ ആപ്പ് ഇതിനകത്ത് കോമ്പാറ്റബിൾ ആണ്. ബീസ് മോഡ് 50 ms ലോ ലേറ്റൻസി മോഡൊക്കെ തന്നെ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതും 1499 നമുക്ക് ഇപ്പം മേടിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇതിന്റെ വില എന്ന് പറയുന്നത് 1799 ആണ്. എന്താണെന്ന് അറിയത്തില്ല, കുറച്ച് നാളായിട്ട് ഇപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സും അല്ലെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ 1499 വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഓഫർ പ്രൈസ് അല്ല. ഇനി അറിയത്തില്ല, ചിലപ്പോൾ വീണ്ടും വില കുറച്ചോ എന്ന് അറിയത്തില്ല ഇതിന്റെ ഡിമാൻഡ് കുറഞ്ഞപ്പോഴത്തേക്ക്. കാരണം ഇത് 1799 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്ന് ഇറങ്ങിയിട്ട് പിന്നെ ആ റേറ്റ് തന്നെ ആയിരുന്നു കുറേ നാളത്തേക്ക്. മാറ്റമൊന്നുമില്ലായിരുന്നു. ഈ BBDയും അതുപോലെ തന്നെ നമ്മുടെ GIF ഒക്കെ വന്നപ്പോഴാണൊന്ന് മാറിയത്. അപ്പോൾ മേ ബി 1499 തന്നെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി കുറച്ച് നാളത്തേക്ക് ഇത് തന്നെ ആയിരിക്കാം. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്ലേ ടൈം ഭയങ്കര വലിയ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ബോൾട്ട് ഓഡിയോയുടെ C40 പ്രോയിലേക്ക് പോകാം. കാരണം ഇതിനകത്ത് 100 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നുണ്ട്. എന്തായാലും ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ പ്ലേ ടൈം ഒന്നും ചെക്കൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളിപ്പോൾ ഈ ഒരു C40 പ്രോ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര മണിക്കൂർ പ്ലേ ടൈം കിട്ടിയെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ഇടണേ. കാരണം അറിയണമല്ലോ ഈ 100 മണിക്കൂറൊക്കെ ഇതിനകത്ത് കിട്ടുമോ എന്നുള്ളത്. എന്തായാലും ഇതിനകത്ത് എടുത്ത് പറയേണ്ട മറ്റൊരു പ്രത്യേകത, റബ്ബർ ഗ്രിപ്പ് ഡ്യുവൽ ടോൺഡ് കേസ് ആണ് ഇതിലുള്ളത്. സോ പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോകാനും ഇനി തറയിൽ വീണാൽ പോലും പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഇതിൻ്റെ കേസ് കവർ നല്ല അടിപൊളി ഷോക്ക് പ്രൂഫ് കേസ് കവർ നമ്മുടെ സ്റ്റോറിലുണ്ട്. സോ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യൂ, അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പിന്നെ ഓൾറെഡി പറഞ്ഞു 100 hours ആണ് ടോട്ടൽ പ്ലേ ടൈം. 13 mm ഡ്രൈവേഴ്സ് ആണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. 45 ms അൾട്രാ ലോ ലേറ്റൻസി മോഡൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് സെൻ ക്വാഡ് മൈക്കാണ്. ഇപ്പോൾ AI ഒന്നുമില്ല, നോർമൽ ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആവറേജ് ആണ് ആക്ച്വലി ഇന്ന് കിട്ടുന്ന ആ ഒരു കോളിംഗ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു മൈക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ഷേ 1199 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ മേടിക്കാം. ഉറപ്പായിട്ടും
1199 നല്ല ഡീലാണ്. കാരണം ഇത് കുറേ നാളായിട്ട് 1599, 1699 ആയിരുന്നു. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഇതൊരു ഓഫർ റേറ്റ് പോലാണ് ഇപ്പോൾ കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഓഫറൊന്നും ഇല്ല കേട്ടോ. എന്നാൽ പോലും 1199 നല്ലൊരു ഓപ്ഷനാണ്. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോൾട്ട് ഓഡിയോയുടെ K40. ബോൾട്ട് ഓഡിയോ W40 എന്താണോ ആ സെയിം സാധനമാണ് നമ്മുടെ ആമസോണിലേക്ക് വരുമ്പോഴത്തേക്ക് K40 ആയിട്ട് മാറുന്നത്. ഇവിടേക്ക് എടുത്തു പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് 1000 രൂപയ്ക്കുള്ളിൽ ഒരു ബെറ്റർ ചോയ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പൊതുവെ ഈ ഒരു K40, അതായത് W40. സോ നിങ്ങൾ ഇപ്പോൾ നോർമൽ ടൈമിൽ മേടിക്കണം എന്നുണ്ടെങ്കിൽ ബോൾട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഇതിലേക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് C40 പ്രോയിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു K40 ആണ്. പക്ഷേ ബിൽ ക്വാളിറ്റി കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല. അപ് ടു 48 അവേഴ്സാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. പിന്നെ ഇതിനകത്തും നമുക്ക് ആ ഒരു ക്ലിയർ കോളിംഗ് 4 മൈക്സ് അവൈലബിൾ ആണ്. 45 ms ലോ ലേറ്റൻസി മോഡ്, 13 mm ബേസ് ഡ്രൈവേഴ്സും ഒക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ഒക്കെയാണ്. 1299 നമുക്കിപ്പോൾ കിട്ടും. പക്ഷേ ഓഫർ വരെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് 999 എത്താൻ ചാൻസ് ഉണ്ട്. 999, 899 ഈ റേഞ്ചിൽ വരും. എന്തായാലും അതിനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്ലേ ടൈം നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ ബോൾട്ടിന് നമ്മുടെ C40 Pro ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ. ഇനി ആ പ്ലേ ടൈമിൻ്റെ കാര്യമില്ല, ഓവറോൾ നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു കംഫർട്ടൊക്കെ വേണമെങ്കിൽ ഈ ഒരു K20 മേടിക്കുന്നതിൽ വലിയ പ്രശ്നമില്ല. ഇനി മറ്റൊരു പ്രോഡക്റ്റ് നോയ്സിൻ്റെ ബഡ്സ് N1. ഞാൻ ആക്ച്വലി ഇത് അൺബോക്സ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവരുടെ N1 Pro അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, ഇതിനകത്ത് അതില്ല എന്നുള്ള ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ് ടു 40 അവേഴ്സ് ടോട്ടൽ പ്ലേ ടൈം ആണ്. കൂടാതെ IPX5 വാട്ടർ ഇൻസെക്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ്. 11 mm ഡ്രൈവേഴ്സ് ആണ്. ഹൈപ്പർ സിങ്ക് ടെക്നോളജി ഉണ്ട്. കൂടാതെ ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. 40 ms ലോ ലേറ്റൻസി മോഡൊക്കെയാണ് ഈ ഒരു നോയ്സ് ബഡ്സ് N1 Proയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉറപ്പായിട്ടും 1299 നല്ലൊരു ഡീലാണ്. ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ ആ ഒരു N1 Proയുടെ എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ പറയുന്നത്. അതിനകത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. 1799 രൂപ എന്തുകൊണ്ട് ആ ഒരു ANC വെച്ചതിൻ്റെ പേര് അവർ മേടിക്കുന്നത്. സോ അതിനേക്കാളും ജസ്റ്റ് ഒരു 32 dB സംതിങ് എന്തോ അവിടെ ഉള്ളെന്ന് തോന്നുന്നു. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ സാധനം വേണ്ട എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്രയും കാശ് കൊടുക്കാതെ ഈ ഒരു N1 മേടിച്ചാലും നല്ലൊരു ഓപ്ഷനാണ്. എന്തായാലും ഈ പ്രോഡക്റ്റുകളുടെ ഒക്കെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് വാങ്ങിക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ 1500 രൂപയ്ക്കുള്ളിൽ നോർമൽ ടൈമിൽ ആമസോണിൽ നിന്ന് മേടിക്കാൻ സാധിക്കുന്ന കുറച്ച് ഇയർബഡ്സുകളുടെ വിശേഷങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞ ബ്രാൻഡുകളിൽ, ഞാൻ ഈ പറഞ്ഞ മോഡൽസുകളിലൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ബ്രാൻഡ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന മോഡൽ വീഡിയോ കമൻ്റ് ആയിട്ടുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അവിടെ പറഞ്ഞു തരാമെന്നാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും, കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.